വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും കുറെ വെയിറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് കൂടുതൽ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. അപ്പൊ ഞങ്ങള് പറക്കാട്ട് പോകുമ്പോൾ എടുക്കണം, അത് പറക്കാട്ട് പോയിട്ട് എടുക്കണം വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് ലവ് ആനിവേഴ്സറിന്റെ ഷൂട്ട് ഉള്ളത് കാരണം നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം എടുക്കാനും പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ഇന്നലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലവ് സ്റ്റോറി ഷൂട്ട് ചെയ്താണ്. പക്ഷെ ടെമ്പറേച്ചർ കാണിച്ചത് കാരണം അതായത് ഒരുപാട് ഹീറ്റിംഗ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഫോണിൽ ഒരുപാട് ഹീറ്റിംഗ് കാണിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഏകദേശം എല്ലാം എടുത്തിട്ട് പോയി നോക്കുകൊണ്ട് വീഡിയോ വൈൻഡപ്പൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് മൊത്തം പോയി കിടക്കണം. പിന്നെ ശരി, ഇനിയിപ്പോ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ലവ് സ്റ്റോറി എടുക്കണല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ് എല്ലാവരും എന്താണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകണം. പുതുതായിട്ടായിരുന്നു നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇപ്പൊ ഞങ്ങൾ ലവ് സ്റ്റോറിയിലേക്ക് ഇറക്കാം. അതിന് മുമ്പ് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട് ലാസ്റ്റ് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലാണ്, അതായത് വർക്ക് കാര്യങ്ങളൊക്കെ ഡാൻസ് ക്ലാസ്സിൽ നിന്നൊരു ഇതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞതില്ലേ. അപ്പൊ അതിന് ശേഷമാണ് ഇതിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ബേബിക്ക് കൂടുതലും സംസാരിക്കാൻ ഉണ്ടാവില്ല, എനിക്കായിരിക്കും. പിന്നെ ബേബി മിണ്ടാതിരിക്കണോണ്ട് നിങ്ങൾ കംപ്ലൈന്റ്സ് പറയരുത്, കാരണം വാവിച്ചിക്കാണ് കൂടുതൽ പറയാനുള്ളത്. അപ്പൊ ഗൈസ് നമുക്ക് എന്തെങ്കിലും ലവ് സ്റ്റോറിയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് പിന്നെ മാരേജ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ ചെയ്തതിനു ശേഷം എനിക്കൊരു ആഗ്രഹം ഡാൻസ് പഠിക്കണം എന്നുള്ളത്. ഡാൻസ് പഠിക്കണം വലിയൊരു അതിമോഹം ആഗ്രഹം. അപ്പം എന്താണ് ബേബിയും കുറച്ച് പിള്ളേരും കൂടെ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒരാളുടെ കെയർ ഓഫിൽ ഞാൻ ഇവരുടെ ഡാൻസ് ക്ലാസ്സിൽ പോയി ചേരാൻ പോയി. അപ്പൊ ആ ദിവസം എന്താണ് ഞാൻ പോയ ടൈമില് ഇവരുടെ മാസ്റ്റർ മരിച്ചതിന്റെ വർഷം എന്തോ ആയിരുന്നു. അപ്പോ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ സൺഡേ ആ ദിവസം ഞാൻ പോയ ടൈമില് ഞാൻ ഫസ്റ്റ് ആയിട്ട്, അതായത് അവിടെ ഞാൻ കാണുന്നത് ആദ്യം ഞാൻ ബേബിനെയാണ്. ഇങ്ങനെ സിംഹത്തിനെ പോലെ മുടിയൊക്കെ ഇങ്ങനെ നല്ലതായി ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വൈറ്റില് ബ്ലാക്ക് ഡോട്ട് ബ്ലാക്ക് ശരി ബ്ലൂ കളർ ഡോട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. അപ്പൊ ബേബി ഇങ്ങനെ അടുത്ത് വന്നിട്ട് ശരി നീ ഒന്ന് മേലെ വെക്കോന്നുള്ള ഒരു ബേസിൽ പറഞ്ഞു. അങ്ങനെയൊന്നല്ല, അതായത് വരുന്നുണ്ട് പുതിയൊരാൾ വരുന്നതെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു ഞാൻ വേറൊരാളെ കാണാൻ വേണ്ടി താഴത്ത് വന്നപ്പോഴാണ് വായിച്ച് വരുന്നുണ്ടത്. അപ്പൊ എന്താണ് ചോദിച്ചപ്പോ അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ശരി ഒന്ന് മേലെ പോയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. പിന്നെ അത് മാത്രല്ല മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങള് 8 തൊട്ട് 10 വരെ ഞങ്ങൾ ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതായത് ബാച്ച് തമ്മിൽ വ്യത്യാസം, ബാച്ചല്ല ഡിവിഷൻ തമ്മിൽ വ്യത്യാസം, ഒരേ ബാച്ച് ആയിരുന്നു. പക്ഷെ പരസ്പരം രണ്ടാൾക്ക് പരിചയമൊന്നുമില്ല, അറിയില്ല. ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് ഡാൻസ് ക്ലാസ്സിലാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ മുകളിൽ പോയ ടൈമില് എല്ലാവരുമായിട്ട് നല്ല എന്താ പറയാ കമ്പനിയായി. പക്ഷെ ബേബി മാത്രം എന്നോട് കമ്പനി ആയില്ല. പൊതുവെ ഗേൾസിനോട് പൊതുവെ ബേബി സംസാരിക്കാറില്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറുതായിട്ടൊരു സംസാരം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇപ്പൊ എന്താ പേരെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ രീതിയിൽ വിടും, അല്ലാണ്ട് സംസാരിച്ചതായി അതറിയില്ല, ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാള് മാത്രം മാറി നിൽക്കുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം ആ ഒരാളിനെ ആയിരിക്കും. എന്തുകൊണ്ടെങ്കിലും മാറി നിൽക്കണം, ഗേൾസിന്റെ അടുത്ത് സംസാരിക്കാത്തത് ആ ഒരു ബേസിലൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് പിന്നെ ബേബിയോട് കുറച്ച് ഇങ്ങനെ ഇഷ്ടമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ബേബി എന്നെ ഇപ്പൊ എന്തെങ്കിലും തെറ്റി പറഞ്ഞ് തല്ലുമല്ലോ, ആ ഒരു ബേസിൽ ബേബി എന്നെ തല്ലാൻ വന്നു. അപ്പൊ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാണ്ട് തല്ലാൻ നിൽക്കണ്ടെന്നുള്ളൊരു ബേസിൽ ഞാൻ സംസാരിച്ചു. അപ്പൊ ബേബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് കുറച്ചു പേരൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതില് ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ അല്ല അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അത് ശരിയല്ല, നീ പറ്റിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പൊ അവന് ആവശ്യത്തിന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതായത് അവന് തീരെ പറ്റിയില്ല ഞാൻ പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതിന് മാത്രം എന്തിപ്പോ സംസാരിച്ചത്, എനിക്ക് തല്ലണത് ഇഷ്ടമല്ല. അപ്പൊ പൊതുവെ ഇപ്പോ നമ്മളൊരു കുറച്ചൊരു വലുതായെന്ന് വെച്ചാല് നമുക്കിപ്പോ ആര് തല്ലിയാലും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ബേസിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ബേബി എന്താ പറയാ, അതിനുശേഷം ബേബിക്ക് എന്റെ മേലെ കുറച്ച് ഇഷ്ടക്കുറവും ഉണ്ടാറില്ല. പിന്നെ അതിനുശേഷം അതെല്ലാവരും വെച്ച് കുറച്ചൊരു ഇഷ്ടക്കുറവും കാര്യങ്ങളൊക്കെ ബേബിക്ക് തോന്നി, എന്നോട് തോന്നി. എന്താണ് അപ്പൊ തൊട്ട് എന്താ പറയാ അത്ര ഒരു ഇത് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ബേബിന്റെ മേലെ എന്താ പറയാ ഓരോരോ നിമിഷം പോകും തോറും കുറച്ചൊരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. തുടങ്ങി. അപ്പൊ എല്ലാവരുടെ നമ്പർ ഉണ്ട്. അപ്പൊ ബേബിന് മാത്രം എന്റെ നമ്പർ ഇല്ല. പക്ഷെ അതെനിക്ക് എങ്ങനെയെങ്കിലും കിട്ടും വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ബേബിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് നമ്പർ ചോദിക്കാൻ പറ്റില്ല, ഒന്നും ആരുടെ ചോദിക്കാൻ പറ്റില്ല.
അങ്ങനെയാണ് വായിച്ച് പറയുന്നത്, എനിക്കറിയില്ല. പേടിയായിരുന്നു. കാരണം നമ്മളിപ്പോ ഒന്നാമത് സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുക, നമ്പർ ചോദിച്ചാൽ എന്തായിരിക്കും വിചാരിക്കുക, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. ഒരു ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പയ്യനും കൂടി ഉണ്ട്. അപ്പോ ഡെയിലി വിളിക്കും, അതായത് ഡാൻസ് ക്ലാസ് വിട്ട് വീടെത്തിയോന്ന് ചോദിക്കാൻ വേണ്ടി ഡെയിലി വിളിക്കും. അപ്പൊ അവന്റെ ഒരു ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ ബേബിന്റെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അതായത് എന്താണ് വീടെത്തിയ ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു ദാന്റെ നമ്പർ ചോദിച്ചപ്പോ ഇങ്ങനെ ഫവാസിന്റെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയും കാലം നമ്പർ കിട്ടാതെ അലയുകയായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ബേബിന്റെ കിട്ടിയപ്പോ എനിക്ക് നല്ല സന്തോഷമായി. അപ്പൊ ഞാന് ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം പറഞ്ഞാൽ അങ്ങനെ കുറേ പോയിട്ടോ. അതായത് നമുക്ക് ചുരുക്കിയിട്ടാണ് നമ്മൾ ലവ് സ്റ്റോറി പറയണം. അപ്പോൾ കുറേ പോയി. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബേബിക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മെസ്സേജ് അയക്കണമെന്നുണ്ടാവും. പക്ഷെ എനിക്ക് എന്നാലും ഒരു ടെൻഷനാണ് എങ്ങനെ അയക്കാന്നുള്ളത്. ഹായ് അയക്കാം, അതായത് ഹായ് എന്ന് ടൈപ്പ് ചെയ്യും. പക്ഷെ ഞാൻ അയക്കില്ല, എനിക്ക് പേടിയാണ്. പക്ഷെ എങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ബേബി ആയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് എന്താ പറയാ ഒരു ബന്ധം വെക്കണം. അപ്പൊ ആ ഒരു ബേസിലിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളിങ്ങനെ വിളിച്ച സമയത്ത് പറയണത് ബേബിന്റെ ബർത്ത്ഡേ ആണ്, നവംബർ 12-ാം തീയതി ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാന് ശരി അതൊരു ചാൻസ് ആണല്ലോ നമ്മൾക്ക്, ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബേബിന്റെ ബർത്ത്ഡേ ദിവസമാണ് ഞാൻ മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വേണ്ടി ബേബിക്ക് മെസ്സേജ് അയച്ചു. അല്ലല്ല, രാത്രി വിളിക്കാൻ നോക്കി. അല്ല, ഫസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചു. അത് മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ 1 ടിക്കേ ഉള്ളൂ. സംഭവം ബേബി ഉറങ്ങുകയാണ്. അത് പറഞ്ഞു കൊടുക്കണല്ലോ. അത് ഫസ്റ്റ് ആദ്യം ഞാൻ വെച്ചാൽ ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങും, നേരത്തെ കാലത്ത് കിടന്ന് ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് വായിച്ചു വിളിച്ചപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞു അല്ലേ, അതുകൊണ്ട് 1 ടിക്കാണ് വീണത്. അത് ശരിയെന്ന് പറഞ്ഞ 1 ടിക്കല്ലേ. അപ്പൊ എനിക്കൊരാഗ്രഹം, എനിക്ക് ഫസ്റ്റ് വിഷ് ചെയ്യണം എന്നുള്ളത്. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാന് അതായത് ഞാൻ വിളിക്കട്ടെ ചോദിച്ചു. അപ്പൊ ഒരാളിങ്ങനെ വിളിച്ച സമയത്ത് ഞങ്ങൾ വിളിക്കട്ടെ ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ഇല്ല അവ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും പറഞ്ഞു. അപ്പൊ ഇല്ല ഈ സമയത്തൊന്നും ഉറങ്ങാൻ ചാൻസ് ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ അവിടെ സ്വിച്ച് ഓഫ് ആണ്, റിങ്ങും കൂടെ ഇല്ല, സ്വിച്ച് ഓഫ് ആയി. ഉറങ്ങണതിന് മുമ്പ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉറങ്ങും. ഫോണിനും കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ട, അപ്പൊ അതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉറങ്ങും. അപ്പൊ എനിക്ക് നല്ല സങ്കടമായി. ശരിയെന്ന് പറഞ്ഞിട്ട് ശരിയാ പോയത് പോട്ടെ പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വിളിച്ച സമയത്ത് ആദ്യം എടുത്തത് ഉമ്മയാണ്, ബേബിന്റെ ഉമ്മ എടുത്തത്. അപ്പൊ ഞാൻ സൗണ്ട് കേട്ടത് അങ്ങനെ കട്ടാക്കി. ശരിയെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് എന്താണ് നീ വിളിച്ചിട്ടുണ്ടായിരുന്നൂലേ ചോദിച്ചു. അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ എന്താണ് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല, മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആയിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ ശരി താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് പോയി. ഗൈസ് ഒരു എന്താ പറയാ ഒരു മനസ്സ് പോലും ഇല്ല ചെറുതായിട്ട് സംസാരിക്കണം എന്നുള്ളത്. വിഷയം വിളിച്ച് താങ്ക്സ് ശരിയെന്ന് പറഞ്ഞിട്ട് ആ ദിവസം വൈകിട്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തു. ഒരു മാസം മുമ്പൊക്കെ വലിയ പ്ലാനിങ് എടുത്ത് എല്ലാരും പക്ഷെ ഉദ്ദേശം പോലെ ആയില്ലെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് ബേബിക്ക് ഒരു സർപ്രൈസ് കൊടുത്ത സമയത്ത് ബേബിക്ക് നല്ല ഹാപ്പിയായി. പിന്നെ അതിനുശേഷം ഞങ്ങള് സെലിബ്രേഷൻ കഴിഞ്ഞ് പോരുന്ന ടൈമിൽ നല്ല ടൈമായി. അപ്പൊ ബേബിയാണ് എന്നെ വീട്ടിൽ, അതായത് അവിടെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ബേബിയാണ് എന്നെ അതുവരെ ആക്കാൻ വന്നത്. അപ്പൊ അതൊരു ഹാപ്പിയായി. പിന്നെ അതിന് ശേഷം സംഭവിച്ചു നായ്ക്കളൊക്കെ കുരയ്ക്കുന്നുണ്ട്. അപ്പൊ വല്ല നായ വല്ലതും കടിച്ചു വലിച്ച് കൂടെയുള്ളപ്പോ ഒരു നായ എന്തായാലും വരില്ല. അപ്പൊ കൊല്ല കടിച്ചു വലിച്ചിട്ട് പോണ്ടാവുന്ന പാവലോട്ട് കൊണ്ടുവിട്ടതാണ്. പിന്നെ അതിനുശേഷം സത്യം പറഞ്ഞ ലൈഫിൽ ഏറ്റവും ഹാപ്പി ചെയ്ത് അതാണെന്നാണ് എന്റെ ഒരു ഇതില്. കാരണം ആ ദിവസം തന്നെ രാത്രി വീടെത്തിയിട്ട് ഇങ്ങനെ മെസ്സേജ് വരികയാണ്, അതായത് എനിക്ക് നല്ല ഹാപ്പിയായി. അപ്പൊ എനിക്ക് നല്ല ഹാപ്പിയായി, അപ്പൊ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേബി മെസ്സേജ് അയച്ചു. അപ്പൊ ഞാനിങ്ങനെ കുറച്ചിങ്ങനെയൊക്കെ സൊള്ളാന്നല്ലോ ആദ്യമായിട്ടുള്ള മെസ്സേജ് അയക്കണം. അപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് ബേബിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ മെസ്സേജ് അയച്ച ടൈമില് ഇങ്ങനെ ബേബി പറഞ്ഞു എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് മാസ്റ്റർ മരിച്ച അയാൾ ഇല്ലാത്തതിന്റെ ഒരു സങ്കടം ബേബിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ശരി, പക്ഷെ എന്നാലും എനിക്ക് നല്ല ഹാപ്പി ആയി. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ബേബി പറഞ്ഞു. ഇല്ല ബേബി അങ്ങനെ ഇല്ലേ, ഫസ്റ്റ് ടൈമാണ് ലൈഫില് ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ് ഫസ്റ്റ് ടൈമാണ്. വിഷയം കുറെ പേര് വിളിച്ച് വിഷയം മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കേക്ക് കട്ടിങ് ഫസ്റ്റ് ടൈം ആയിരുന്നു.
പിന്നെ അവിടെ തൊട്ട് എന്താണ് ഞാൻ ബേബിന്റെ ഓരോ DP-യും പിന്നെ അതുപോലെ തന്നെ ഓരോ ബേബി പൊതുവെ സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല, കൂടുതൽ DP കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനിങ്ങനെ DP ഒക്കെ ബേബിന്റെ ഫോട്ടോ വെച്ചതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. പിന്നെ അതിനുശേഷം പിറന്നാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്കൊരു ചാൻസ് കിട്ടിയല്ലോ, ബേബിയായിട്ട് എനിക്ക് തന്നു, മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ബേബിന് കോൾ ചെയ്യണം. അതായത് ഒരു വർക്കിന്റെ എന്താണ് സൈറ്റില് അല്ലെങ്കിൽ എപ്പോഴും കൂടെ ആരെങ്കിലും ഒക്കെ ഒറ്റയ്ക്കായിരുന്ന ടൈമില് ഞാൻ ബേബിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ച് സംസാരിച്ചില്ല. അല്ല, രാവിലെ വിളിച്ചിട്ട് ഏകദേശം ഒരു ഉച്ച വരെ സംസാരിച്ചു. അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി, ഫുഡ് കഴിച്ചിട്ട് ഒഴിവാക്കാൻ നോക്കിയതാണ്. അതെനിക്ക് മനസ്സിലായി. അതെ ഇപ്പൊ തന്നെ സംസാരിച്ച് ഒരുപാട് ടൈമായി, എനിക്ക് ഫുഡ് കഴിക്കാൻ സമയമായി, നീ പൊയ്ക്കോ, നീ ഫുഡ് കഴിച്ചോ പറഞ്ഞു. ഞാൻ ഇപ്പോഴൊന്നും ഫുഡ് കഴിക്കാറില്ല പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടും വേണം. ശരിന്ന് പറഞ്ഞിട്ട് ശരി എന്നാ നീ പോയി കഴിച്ചിട്ട് വാ എന്നിട്ട് വിളിക്കുക പറഞ്ഞു. ശരി വേണ്ട ബേബി കഴിക്കാൻ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഒന്നും എന്ത് വിളിക്കാത്തത്, ഞാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ ബേബിനെ വിളിച്ചിട്ട് എന്താണ് ഏകദേശം വൈകുന്നേരം വരെ അല്ലേ വർക്ക് കഴിയുന്നവരെ ഉച്ചക്ക് വായിച്ചു ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് പിന്നെ കുറെ നേരം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഡെയിലി വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ ബേബി എപ്പോഴും ഇങ്ങനെ നമ്മളെ വാച്ച് ചെയ്യുമല്ലോ, അപ്പൊ നമുക്കൊരു ചാൻസ് ബേബി എന്തായാലും തന്നു. അപ്പൊ ബേബി എപ്പോഴും എന്റെ DP അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ബേബി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു പന്തികേട് കുറച്ച് മാറാൻ തുടങ്ങി, അതായത് എപ്പോഴും വെക്കണ പോലെയല്ല വെക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം വിളിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്താ പറ്റിയത്, എന്താണ് നീ എന്നെ എങ്ങനെ കാണണത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബേബി എങ്ങനെ എന്നെ കാണുന്നത് ചോദിച്ചു. അത് നീ എങ്ങനെയാണ് എന്നെ കാണുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ നിന്റെ ഫ്രണ്ടായിട്ടാ കാണുന്നത് പറഞ്ഞു. അപ്പൊ ഞാനും നിന്നെ ഫ്രണ്ടായിട്ടാ കാണുന്നത് പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബേബി ആയിട്ട് എനിക്കൊരു ചാൻസ് ഇങ്ങോട്ട് തന്നു, ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ ബേബിനോട് ചോദിച്ചു, നിനക്കൊരിപ്പോ പെണ്ണ് വരികയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെയുള്ള പെണ്ണ് വരണം എന്നാണ് ആഗ്രഹം ചോദിച്ചു. അപ്പൊ ബേബി പറഞ്ഞു എന്നെ നല്ലപോലെ സ്നേഹിക്കണം, അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിൽക്കണമുള്ളതായിരിക്കണം, പിന്നെന്തായിരുന്നു പിന്നെ എനിക്ക് നോക്കാനുള്ള ഒരു ഇതാവണം. അതായത് ബേബിക്ക് സ്വന്തങ്ങളിൽ നിന്നിട്ട് അവള് നന്നായിട്ട് നോക്കണം എന്നുള്ളൊരു ബേസും കൂടെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ അല്ല അങ്ങനത്തെ ഉള്ള ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തായാലും ഞാന് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ട് തന്നെ കെട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി, കാരണം എന്താ വെച്ചാല് സ്നേഹിച്ചിട്ടല്ലേ കെട്ടുള്ളൂ, ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം ഡെയിലി അങ്ങനെ വിളിച്ച് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമില് പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ മേമന്റെ അവിടേക്ക് പോകും, സേലത്തിലോട്ട് പോയ തമിഴ്നാടാണ്. അപ്പൊ അങ്ങോട്ട് പോയ ടൈമില് നമ്മളിപ്പോ പൊതുവെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചിലപ്പോ ബ്ലോക്ക് ചെയ്യും, ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വിടും. അല്ല അത് വായിച്ചിക്ക് പറഞ്ഞിട്ട് പോവാ, ഇങ്ങനെ ഞാൻ പോവുകയാണ്, അപ്പൊ 3-4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനോട് പറയും ഞാൻ സേലത്തേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ ചെയ്തെന്ന് ഞാൻ ബേബിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയി കറക്റ്റ് 3 ദിവസം. 3 ദിവസം കറക്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഫുള്ള് ബ്ലോക്ക്, കോള് വിളിക്കുമ്പോഴും ബ്ലോക്കിന്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പൊ അമ്മനെ വിളിച്ച് നോക്കിയപ്പോ അമ്മ പറഞ്ഞു അവള് പോയല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ ചോദിച്ചു. അപ്പൊ അതാ ഇല്ല പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊറേ നോക്കി, ഡെയിലി നോക്കുന്നുണ്ട് മെസ്സേജ് അയക്കണം. നല്ല സങ്കടമായി, കാരണം ഡെയിലി നമ്മള് ഒരു ഫ്രണ്ടാണ് ഡെയിലി വിളിച്ച് സംസാരിക്കുമ്പോ ആ ഒരു ഫീൽ ഉണ്ടാവും, പെട്ടെന്ന് ഇല്ലാതിരിക്കുമ്പോ നമുക്കൊരു ഇതുണ്ടാവല്ലോ. എന്നിട്ട് ലാസ്റ്റ് 3-ാമത്തെ ദിവസം രാത്രി ഉറങ്ങണതിന് കുറച്ച് മുമ്പായിട്ട് ഫോൺ എടുത്ത് കൈ പിടിച്ചിട്ട് ലാസ്റ്റ് ആയിട്ട് നോക്കാം, ഇനി വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഫുള്ള് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടാ, പിന്നെ വിളിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് വാട്സപ്പിൽ കേറിയതും എത്തി പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ എന്റെ ബേസിൽ എന്താ ചോദിച്ചാൽ ഒരു ഇതുപോലും ഇല്ല, പോയത് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്നുള്ളൊരു ബേസിൽ ആളൊന്നും അറിഞ്ഞിട്ടില്ല, സിമ്പിൾ തന്നിട്ട് എന്താ ഡെയിലി സംസാരിക്കണം ഞാൻ ഇവിടെ എത്തി പറഞ്ഞ് മെസ്സേജ് അയച്ചു വരും. അപ്പൊ ബേബി ആ ദിവസം ഒന്നും ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചു വിശക്കാനാണ് വേറെ ഒന്നുമല്ല. ഈയടാ പിന്നെ എന്താ ബേബി ഫുഡൊന്നും കഴിക്കാതിരിക്കണെന്ന് ചോദിച്ചപ്പോ ബേബി പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ ഞാൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുക എന്നുള്ള ബേസിലൊക്കെ സംസാരിച്ചു. അപ്പൊ ശരിന്ന് പറഞ്ഞിട്ട് എന്താണ് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നീ ഇങ്ങനെ ചെയ്യണ്ടാട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇല്ല ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഇനി പോവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ബ്ലോക്ക് ആക്കിട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഡെയിലി തുടങ്ങി, പിണക്കങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഞാനും അതായത് ബേബിന്റെ താത്തയായിട്ട് ഞാൻ നല്ല കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും താത്തയുടെ അടുത്തൊക്കെ സംസാരിക്കാം. അത് ഒരു ദിവസം താത്തയുടെ അടുത്ത് പറഞ്ഞു താത്ത എനിക്ക്
ബേബിന് ഇഷ്ടമാണ്. ഞാൻ പക്ഷെ എങ്ങനെ പറയാ ബേബിയോട്, എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല പറഞ്ഞു. അപ്പൊ താത്ത പറഞ്ഞു എനിക്ക് തോന്നണില്ല ഇഷ്ടമാണ് പറയുന്നത്, എനിക്ക് തോന്നില്ല. പക്ഷെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വിടണ്ട, അവ ഇഷ്ടമല്ലാന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ ഇഷ്ടമാണ് പറയണ വരെ നീ സ്നേഹിച്ചോന്ന് തന്നെയാണ് പറഞ്ഞത്. താത്ത എനിക്ക് ധൈര്യം തന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ബേബിനെ വിളിച്ചിട്ട് സംസാരിച്ചു. ബേബി എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ബേബി പറഞ്ഞു, ബേബിക്ക് മുമ്പേ ഒരു ഡൗട്ട് ഉണ്ട് എന്റെ മേലെ. അത് ബേബി പറഞ്ഞു എനിക്ക് ഇപ്പൊ എന്തായാലും പറ്റില്ല, കാരണം എനിക്ക് എന്റേതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അപ്പൊ അത് കാരണം എനിക്കിപ്പോ സ്നേഹിക്കാനൊന്നും പറ്റില്ല, താല്പര്യം ഇല്ലാന്ന് തന്നെ പറഞ്ഞു. ബേബി താല്പര്യം ഇല്ലാന്ന് തന്നെ പറഞ്ഞു, ഒഴിവാക്കി വിടണം. പക്ഷെ നമുക്ക് നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കും. അപ്പൊ സ്നേഹം മാത്രമൊന്നും അല്ലല്ലോ, ഫ്രണ്ട്ഷിപ്പിലൂടെയും നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ബേബി പറഞ്ഞു ഫ്രണ്ട്സ് ആവാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് എന്തോ പോലെ ആയെങ്കിലും കുഴപ്പമില്ല, ബേബി പറഞ്ഞ പോലെ അതുവരെ വേണമെങ്കിൽ വെയിറ്റ് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ സംസാരിച്ച് പോകുമ്പോ അപ്പൊ ഞാൻ സേലത്ത് പോയ പോലെ തന്നെ ബേബി എനിക്കിട്ടൊരു പണി തന്നതല്ലേ. അതെന്താ സംഭവിച്ചാല് വീട്ടിന്റെ അവിടെ ഒരു നേർച്ചുണ്ട്, തെരുവത്തുപള്ളി നേർച്ച പറയാം. അപ്പൊ നേർച്ചക്ക് നല്ല ടൈം ആവും. ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ വൈകിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ നമുക്ക് ഫുൾ ആ നേഴ്സിന്റെ തിരക്കാണ്. നേഴ്സിക്കുള്ളവർക്ക് അറിയാം, അപ്പൊ അതിന്റെ ഒരു അടിപൊളി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫോണൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഇപ്പൊ എങ്ങോട്ട് പോകണമെങ്കിലും ഫോൺ കയ്യിലെടുത്തിട്ട് പോകും. ആദ്യമൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ അതിലൊരു കാര്യമുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഡെയിലി വിളിക്കാൻ തുടങ്ങിയ ബേബിക്ക് അറിയാലോ വിളിക്കും സംസാരിക്കും എന്നുള്ളത് എന്തായാലും അറിയാം. അപ്പൊ ആ ടൈമിലൊക്കെ ബേബി സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. പിന്നെ അത് മാത്രമല്ല ബേബിന്റെ അന്നൊരു വാട്സപ്പ് സ്റ്റാറ്റസ്, അതായത് അന്ന് എന്തായിരുന്നു, എന്തോ ഒരു പിണങ്ങിയിട്ട് എന്തോ ആണ് ഓർമ്മയുണ്ട്. അന്ന് എന്തോ പിണങ്ങിയിട്ട് ബേബി വാട്സപ്പ് സ്റ്റാറ്റസ്, എല്ലാവരും ഒന്നും കൂടെ ഉണ്ടാവുന്നൊന്നും ഉറപ്പില്ല, എത്ര സ്നേഹം കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു ബേസിൽ ബേബി സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ബേബി അത് സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് വെച്ചിട്ട് പോയി. പോയതാണ്. അവിടെ എന്തോ ഉണ്ടായിരുന്നു, കറക്റ്റ് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ അത് ചെറുതായിട്ട് എന്തോ പിണങ്ങിട്ടാ തോന്നുന്നു. എന്നിട്ട് ഞാന് കൊറേ താത്തനെ വിളിച്ച് സംസാരിച്ചപ്പോ താത്ത പറഞ്ഞു ഞാൻ വിളിച്ച് നോക്കട്ടെ, അവ അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കില്ല എന്നൊക്കെ പറഞ്ഞു. ശരിന്ന് പറഞ്ഞിട്ട് താത്തനെ വിളിച്ച് കൊറേ സംസാരിച്ചിട്ട് ബേബിനെ വിളിക്കും, ബേബി സ്വിച്ച് ഓഫ്. പിറ്റേ ദിവസം എന്നിട്ട് എന്നെ വിളിച്ചത്. അപ്പൊ ബേബി പറഞ്ഞു ശരി നിനക്കിപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ നീ അന്ന് 3 ദിവസം നീ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് സംസാരിക്കാണ്ടിരുന്നപ്പോ എനിക്ക് എങ്ങനെ ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചത് ബേബിക്ക് എന്ത് ഇഷ്ടമുണ്ടോ, എന്നെ വലിയ ഇഷ്ടമുണ്ടോ ചോദിച്ചപ്പോ അങ്ങനെയല്ല, ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ആർക്കാണെങ്കിലും വേദനിക്കും അല്ലേ, നിങ്ങളും പറയും അങ്ങനെ തന്നെ വരുള്ളൂ. അയ്യടാ പിന്നെ ഇഷ്ടം കൊണ്ടൊന്നുമില്ല, ഇനി ഇങ്ങനെ ചെയ്യണ്ട പറഞ്ഞു. അപ്പൊ പിന്നെ രണ്ടുപേരും കറക്റ്റ് ആയില്ല. ഞാൻ അന്ന് അങ്ങനെയും ചെയ്തു, എന്ന് ബേബി ഇങ്ങനെ ചെയ്തു. പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ കുറച്ചിങ്ങനെ പോയിട്ട് ഗൈസ് ഇത് 3 വർഷത്തിന് മുന്നുള്ള കാര്യം, അതായത് ഞങ്ങളൊന്ന് സെറ്റായി വരുന്ന ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളാണ് പറയണത്, ചുരുക്കിയിട്ടാണ് പറയണത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ദിവസം ബേബിയോട് ചോദിച്ചു, ബേബി എനിക്ക് ഇഷ്ടമാണ്, ഇനി എത്ര വെയിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബേബി പറഞ്ഞു എനിക്കിപ്പോ താല്പര്യമില്ല, നിന്റെ അടുത്ത് അന്ന് പറഞ്ഞതല്ലേ എനിക്ക് എന്റെ ലക്ഷ്യമുണ്ട്, വിടണില്ല വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കണേ. അതുപോലെ തന്നെ ബേബിന്റെ സൈറ്റിൽ കുറെ എന്താണ് പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ബേബി അവരുടെ അടുത്ത് പറയും തോന്നുന്നു. അല്ലല്ല വാവച്ചി ഏതുനേരം വിളിക്കുമ്പോ അവര് കാണും. ഞാൻ അങ്ങനെ ഫോൺ ഒന്നും യൂസ് ചെയ്യാറില്ല. ആദ്യം വാവച്ചി എന്താണ് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഫോൺ ആദ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് അവര് പറയും നീ അവളെ തന്നെ കെട്ടോടാ, നീ അങ്ങനെ പറയും, അങ്ങനെയൊക്കെ പറയും പണ്ട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ബേബി ലവ് യു പറയുമ്പോ ബേബി പറയും വേണ്ടട്ടാ എനിക്കത് ഇഷ്ടമല്ല, നമുക്ക് ഫ്രണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് പോയി, ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് പോയില്ല, ഇങ്ങനെ പറഞ്ഞു വേണ്ടട്ടെ എനിക്ക് ഇഷ്ടമല്ല, വേണ്ടത് നിർത്തി പറഞ്ഞു. അപ്പൊ ഞാൻ ബേബി പറയുന്ന കേൾക്കാണ്ട് പിന്നെയും ലവ് യു എന്ന് പറയും. അപ്പൊ ബേബി ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ കൊറേ വിളിച്ചു എടുത്തില്ല. അപ്പൊ എന്താണ് എടുക്കാത്ത ചോദിച്ചപ്പോ നീ എന്നിട്ട് പിന്നെ ഇങ്ങനത്തെ ആവശ്യമില്ലാതൊക്കെ പറയണേ, നേരെ സംസാരിക്കുക ഇല്ലെങ്കിൽ വേണ്ട വെച്ചിട്ട് പോയിക്കോ. പിന്നെ വെച്ചിട്ട് പോയിക്കോ പറഞ്ഞു. അപ്പൊ ശരിയെന്ന് ഞാൻ ഇനി പറയില്ല പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ വിട്ടൊന്നുമില്ല, ഞാൻ പിന്നെ ഡെയിലി ഞാൻ ലവ് യു എന്ന് പറഞ്ഞു. ലവ് യു എന്ന് വിട്ട് ഉമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ബേബിക്ക് പിന്നെ അതായത് ഓരോരോ ടൈമിൽ ഓരോരോ മാറ്റങ്ങളാണ് കേസ് വരുന്നത്. അതായത് ഒരു ടൈമിൽ ബേബി എന്റെ അടുത്ത് ലവ് യു പറയുമ്പോൾ ദേഷ്യപ്പെട്ടു. രണ്ടാമത്തെ കുറച്ചിങ്ങനെ പോയിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് അങ്ങനെ ശീലമായി. പിന്നെ ലവ് യു പറയുമ്പോ ബേബി പറയും ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും, എന്നിട്ട് ആക്കും. ലവ് യു ടു എന്ന് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ ലവ് യു ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്കി വിടും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ
മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോട്ടയിലാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ മീറ്റ് ചെയ്ത സമയത്ത് എന്താണ് വർക്കിന്റെ ഇടയിൽ ഞാൻ വന്നു. വർക്കിന്റെ ഇടയിൽ ഒരു ലഞ്ച് ടൈമിൽ വന്നു കഴിഞ്ഞിട്ട് വാച്ചിന് വെയിറ്റ് ചെയ്തിരിക്കണു. വാച്ചിന്റെ കയറാനാവുമ്പോഴാണ് ഞാൻ വന്നത്. വന്നിട്ട് ഇങ്ങനെ ബേബി ഇങ്ങനെ ഇരുന്നു. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കണമൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെ ഇരിക്കന്നെ, ബേബി ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നീ സംസാരിക്കാറ്, അപ്പൊ അങ്ങനെ നീ സംസാരിക്കുകയായിരിക്കും. നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഡെയിലി ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് കാണുക. പിന്നെ നേരിട്ട് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടാണ് കാണേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ അടിയിൽ കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോ ഇവിടെ വേണ്ട ഇവിടെ ആൾക്കാരുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോ ഇത് അങ്ങനെ മാറിപ്പോയി. മൂപ്പർക്ക് സംഭവം ഇഷ്ടമൊന്നും അല്ല, അങ്ങനെ എന്നെ ഇഷ്ടമൊന്നും അല്ല. അപ്പൊ പിന്നെ അതിന് ശേഷം പിന്നെന്തായിരുന്നു, പിന്നെ അതിനുശേഷം ഡെയിലി അതുപോലെ ഒരു 4-5 ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ ഡെയിലി ഈവനിങ് മീറ്റ് ചെയ്യാന്നുള്ള മീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മാത്രല്ല ഗൈസ്, എന്താണ് അതിന്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഡാൻസ് ക്ലാസ്സിൽ കുറച്ചല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഞങ്ങള് എങ്ങനെയൊക്കെ തരണം ചെയ്ത് സത്യം പറഞ്ഞാൽ എത്തി. അപ്പൊ അതിനുള്ള കാരണങ്ങൾ ഒന്നും ഞങ്ങള് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഡെയിലി മീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താണ് ജോബിസ് മാളിൽ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്തായാലും ഫോണിൽ കൂടെയാണ് ഞാൻ ബേബിയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താണ് ഇങ്ങനെ നേരിട്ട് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ എന്താണ് ഇപ്പൊ കുറെ ആയല്ലോ, സംസാരിച്ചിട്ട് കുറെ ആയി. ഞാനിപ്പോ ബേബിന്റെ ബാക്കിൽ നടക്കാന്ന് പറഞ്ഞിട്ട് കുറെ ആയി. അപ്പൊ എന്താണ് ഇങ്ങനെ ഇഷ്ടമാണ്, അപ്പൊ എന്താണ് ചോദിച്ചപ്പോ ബേബി പറഞ്ഞു. അതായത് ഗൈസ് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല് ഞങ്ങളുടെ ഫസ്റ്റത്തെ എന്താണ് റിലേഷൻ റിലേഷൻ ഉണ്ടായിരുന്നു. എന്താണ് എന്റെ ഫെയിലിയർ ആയിട്ടുള്ള കുറച്ച് ടൈമിൽ തന്നെയാണ് ഞാൻ ബേബിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്താണ് മുന്നത്തെ റിലേഷനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, രണ്ടാൾക്കും റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് എന്താ വെച്ചാൽ ആ പെങ്കൊച്ചും എന്താണ് ബേബി സ്നേഹിച്ച പെങ്കൊച്ചും ഹിന്ദു തന്നെയായിരുന്നു. അപ്പൊ ബേബിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ബേബിന്റെ ഒരു കൺസെപ്റ്റിൽ എന്താണെന്ന് ചോദിച്ചാല് ഒരിക്കലും വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നം നിൽക്കാൻ പാടില്ല. പിന്നെ നീ വീട്ടുകാരനെ പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞു വായിച്ചിങ്ങനെ ഇഷ്ടമാണെന്ന് ഏറ്റവും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പൊ എനിക്ക് എന്തായാലും പറ്റില്ല, പിന്നെ അഥവാ ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കൈവിടില്ല പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്താണ് ഇപ്പൊ സ്നേഹിക്കുമ്പോ എല്ലാവരും പറയും ഒരു കുഴപ്പമില്ല, ഞാൻ എന്ത് വന്നാലും കൂടണമെന്നൊക്കെ പറയും. ലാസ്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ആ സിറ്റുവേഷനിൽ ഇത്ര കാലം സ്നേഹിച്ചിട്ട് വിടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ബേസിലാണ് ബേബി ഉദ്ദേശിച്ചത്. പിന്നെ ടൈമിൽ തന്നെ ഇങ്ങനെ എന്റെ അടുത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് ഇങ്ങനെ തന്നെ കേട്ടോ വെച്ചിട്ട് പറഞ്ഞത് ബേബി ഇങ്ങനെ കഴിച്ചിട്ട്. അപ്പൊ ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു ബേസിൽ സംസാരിച്ചു. ഞാൻ ആ ദിവസം നല്ല ഫൂളായി. ഞാൻ വിചാരിച്ച ബേബി എന്റെ അടുത്ത് ഇഷ്ടമാണ് പറഞ്ഞു എന്നാണ്. എന്നിട്ട് വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോ ബേബി ഇഷ്ടമാണ് പറഞ്ഞില്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ഇഷ്ടമാണ് പറഞ്ഞു. എപ്പോ ചോദിച്ചു. പിന്നെ അവിടെ വെച്ച് പറഞ്ഞില്ല, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞപ്പോ നീ ശ്രദ്ധിച്ച് ആ വാക്ക് ശ്രദ്ധിച്ച് നോക്ക്, ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇഷ്ടമാണ് പറഞ്ഞിട്ടില്ലല്ലോ ഗൈസ് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് മീറ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല ഡെയിലി എന്താണ് ജോബിസ് മാളിൽ വെച്ചിട്ടാണ് കൂടുതൽ ഞങ്ങൾ മീറ്റ് ചെയ്യുക. പിന്നെ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകും. പിന്നെ കൂടുതലും ബേബി എന്താ പറയാ ബേബിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോലെ ആയിരുന്നില്ല. ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം രാത്രി ഒന്നും സംസാരിക്കില്ല, പിന്നെ രാത്രിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. 1 മണി 2 മണിവരെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പം ഒരു ഡാൻസ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഡാൻസ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അറിയില്ല കറക്റ്റ്, പക്ഷെ എന്നാലും അവിടെ ഉള്ള ആൾക്കാർ തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു ബേസിലൊക്കെ ഉണ്ടല്ലോ. അവിടെ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ റിലേഷനോട് കുറച്ചൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ മറച്ചു വെച്ച് നടക്കുന്ന ആൾക്കാരും അല്ല. അപ്പോ പക്ഷെ ആ ടൈമില് ബേബിക്ക് എന്റെ മേലെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും എതിർപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ ബേബി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്താണ് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ ജോബിസ് മാളിൽ വെച്ച് മീറ്റ് ചെയ്ത ടൈമിൽ പിന്നെയും ഞാൻ ബേബിനെ പ്രപ്പോസ് ചെയ്തു. ഫോണിലോ എല്ലാം വിളിച്ച്
ഡെയിലി ലവ് യു ഉമ്മ എന്നൊക്കെ പറയും, പ്രപ്പോസ് ചെയ്യല് തന്നെ. ഇത് തന്നെയാണ് പണി. അപ്പോ എന്താണ് ആ ടൈമിൽ എന്താണ് പറഞ്ഞ എന്റെ അടുത്ത് ഇഷ്ടമാണ് പറഞ്ഞോ ഇല്ല, അന്ന് ഞാൻ ഫൂളായോ എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾ സെക്കൻഡ് പാർട്ടിൽ ഇടുന്നതാണ് ഇല്ലേ. അന്ന് വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്, ട്വിസ്റ്റാണ് ഗൈസ്. അപ്പോ എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും അതിൽ കണ്ടാൽ മതി അല്ലേ. കാരണം ഇപ്പൊ മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കുറെ പാർട്ടുകൾ ഉണ്ടാവും. നമ്മൾ എന്തായാലും സെക്കൻഡ് പാർട്ടിൽ ഫുള്ളായിട്ട് ലവ് സ്റ്റോറി ഫിനിഷ് ചെയ്യാം. അപ്പൊ എല്ലാരും ഈ ലവ് സ്റ്റോറി കണ്ടിട്ട് കമന്റ് ചെയ്യുക, എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഞങ്ങളിപ്പോ കൊറേ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, കൊറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞ നിങ്ങൾക്ക് ലാഗിങ് ആയിരിക്കും, കാണാൻ ഒരു ഇതുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തുള്ളത് വരും. അപ്പൊ ഞങ്ങൾ സെക്കൻഡ് പാർട്ട് പറയുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ അത് ഞങ്ങൾ ആഡ് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ആഡ് ചെയ്യും ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അടുത്തിൽ കാണുന്നതായിരിക്കും. ബൈ.